ബിഗ് ബോസ് മലയാളം എപ്പിസോഡ് സീസൺ 7 ലൈവ് എപ്പിസോഡാണ്. വെള്ളിയാഴ്ചത്തെ എപ്പിസോഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. അനിമോള്, നൂറ, ആതിര അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. പിന്നെ ബിഗ് ബോസ് വീട് ഉറങ്ങിപ്പോയി, ഒരനക്കോ ആവിയൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഉപ്മാവായിരുന്നു. ആതിര ഉപ്മാവ് എടുത്തുകൊണ്ട് വെച്ച് തിന്നാൻ പറ്റുന്നില്ല, അത് കട്ട ആയിപ്പോയി. അപ്പം അനിമോൾ പറയുന്നു കട്ടൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ ആതിരയ്ക്ക് മതിയെന്ന് പറയുന്നു. അപ്പം ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കേണ്ട, നീ അവിടെ പുറത്ത് വെച്ചിട്ട് പിന്നെ എങ്ങാനും എടുത്ത് വെക്കാൻ പറയുന്നു. അതിന് ശേഷം ഒരടി നടക്കുന്നു. ഉച്ചയ്ക്കുള്ള ആഹാരത്തിനുള്ള ഇത് അവർ തുടങ്ങിയില്ല. അപ്പം ആഹാരം വെക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അവിടെ സംസാരം, ചെറിയ പെണ്ണുങ്ങളുമായി ആര്യനൊക്കെ ആയിട്ട് വഴക്കായി. അപ്പം നിവിനാണെങ്കിൽ അവനാവശ്യമുള്ള സാധനങ്ങളെല്ലാം അവൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് സമയാസമയം ആളുകൾ അറിയാതെ അവർക്കുള്ള ആഹാരവും കൂടി അവൻ തിന്നും. എന്നിട്ട് അവർക്ക് ഇത് കണക്കുണ്ടാക്കി കൊടുക്കും, ആരും കഴിക്കാത്ത രീതി. ഇതാണ് ഇവൻ്റെ ഒരു രീതി. അതിനുശേഷം കാണിക്കുന്ന അനിമോളും നൂറയും ആതിരയും കൂടി അവിടെ ഇരിക്കുന്നു. അനിമോൾ പറയുന്നു, നമ്മുടെ ഷാനവാസ് ചേട്ടൻ്റെ ഒരു കാര്യവും അറിയുന്നില്ല, ഇന്നിപ്പോൾ 2 ദിവസമായി, എന്തരായ എന്തോ ബിഗ് ബോസിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പറയുന്നതുമില്ല. നമുക്ക് 3 പേർ കൂടി കൺവെൻഷൻ റൂമിൽ പോയി ബിഗ് ബോസിൻ്റെ അടുത്ത് ചോദിച്ചാലോ, നമ്മൾ ആരെങ്കിലും ഒരാളെ ഒന്ന് ബിഗ് ബോസ് വിളിച്ചായിരുന്നെങ്കിലോ നമുക്ക് ചോദിക്കായിരുന്നു. അപ്പോൾ അനീഷിൻ്റെ അടുത്ത് വിളിച്ചു ചോദിക്കുന്നു, അനീഷേട്ടൻ ചോദിച്ചു. ഞാൻ ചോദിച്ചു, ക്യാമറയുടെ മുമ്പിൽ പോയി ചോദിച്ചില്ല എന്ന് പറയുന്നു. അപ്പോൾ അനിമോളുടെ മൈക്ക് എടുത്തിട്ട്, ബിഗ് ബോസ് നമ്മുടെ ഷാനവാസ് ചേട്ടൻ ഇപ്പോൾ എങ്ങനെയുണ്ടോ ഒന്ന് പറയൂ പ്ലീസ് ബിഗ് ബോസ് എന്ന് പറയുന്നു. അത് കേട്ടുകൊണ്ട് നിന്ന് ആര്യൻ ചെന്ന് ക്യാമറയുടെ മുമ്പിൽ നാട്ടുകാരൊക്കെ അറിയണ്ടേ ഞാൻ പാവമാണെന്ന്, ബിഗ് ബോസേ ഷാനവാസ് ചേട്ടൻ എങ്ങനെയുണ്ട് ഒന്ന് പറയുമോ, ഇപ്പം എങ്ങനെയാണ് ഹെൽത്ത് എന്നൊക്കെ ചോദിച്ച് അവിടെ നിന്ന് ചോദിക്കുന്നു. അപ്പോഴത്തേക്കും ബിഗ് ബോസ് വിളിക്കുന്നു, എന്താ ഇവിടെ ഒരു അനക്കോ ആവിയൊന്നും ഇല്ലല്ലേ, നിങ്ങൾക്ക് ഞാനൊരു ടാസ്ക് തരാം. അപ്പം അനിമോൾ പറഞ്ഞു, ബിഗ് ബോസേ നമ്മുടെ ഷാനവാസ് ചേട്ടൻ എങ്ങനെയുണ്ട് അതൊക്കെ പറയാം, ഇപ്പോൾ നിങ്ങൾക്കൊരു ടാസ്ക് തരാം എന്ന് പറഞ്ഞു. നിങ്ങൾ ഇവിടെ നിന്നപ്പം എന്ത് പഠിച്ചു, ഇനി ഇവിടെ നിന്ന് ഇറങ്ങി പുറത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്തരാവണം എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർ അഭിപ്രായം പറഞ്ഞു. അനിമോളുടെ അഭിപ്രായമൊക്കെ പറഞ്ഞ് അതിനുശേഷം കാണിക്കുന്ന ആര്യൻ, അക്ബർ, നിവിനും കൂടി അവിടെ ഇരുന്ന് പറയുന്നു, ഇത്തവണ നമ്മളെ ആയിരിക്കും ജയിലിൽ അടയ്ക്കുന്ന, അവരല്ലേ ആളുകൾ കൂടുതലുള്ളത്, നമ്മളായിരിക്കും ജയിലിൽ പോകേണ്ടത്. അപ്പോൾ നിവിൻ പറയുന്നു, നമ്മൾ ജയിലിൽ പോയാൽ അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ഒളിച്ചു വെച്ചിട്ടേ ഞാൻ പോവൂ ജയിലിൽ, അവരങ്ങനെ തിന്നണ്ട എന്നൊക്കെ അവിടെ ആര്യൻ്റെ അടുത്തും അക്ബർ അടുത്തും പറയുന്നു. അനിമോള് ടാസ്ക് ലെറ്റർ എടുക്കാനായിട്ട് കൺവെൻഷൻ റൂമിലേക്ക് പോണു. അപ്പം അനിമോള് ബിഗ് ബോസിൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഷാനവാസ് ചേട്ടൻ എങ്ങനെയുണ്ട് ബിഗ് ബോസ് എന്ന് ചോദിക്കുന്നു. അപ്പം ബിഗ് ബോസ് പറഞ്ഞു, കുഴപ്പമില്ല, ഡോക്ടറുമായിട്ടൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, ഷാനവാസ് വരും, ബിഗ് ബോസിൽ വരും, നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അനിമോൾക്കൊക്കെ ഷാനവാസിൻ്റെ കൂടെ നല്ല സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് ഒത്തിരി പ്രാവശ്യം ബിഗ് ബോസിനോട് ചോദിച്ചത്. അനിമോൾ നല്ല ടിക്കറ്റ് ഫിനാലയുടെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ടാസ്കിൽ 1-ാം സ്ഥാനത്ത് വന്നേക്കുന്ന നൂറയാണ്. 8 പോയിൻറ്റോടെ നമ്മുടെ നൂറ 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇത്തവണ ടിക്കറ്റ് ഫിനാലെ നൂറ നേടുമെന്ന് തോന്നുന്നു.